കണ്ണൂർ തില്ലങ്കേരിയിൽ തെയ്യം കെട്ടിയ ആളെ നാട്ടുകാർ കൂട്ടം കൂടി തല്ലിയ സംഭവത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവം ഉണ്ടായത്. കൈതച്ചാമുണ്ടി തെയ്യം കണ്ട് പേടിച്ചോടിയ കുട്ടിക്ക് പരിക്കേറ്റതോടെയാണ് നാട്ടുകാർ പ്രകോപിതരായി തെയ്യക്കോലത്തിനെ തല്ലാനുള്ള പ്രധാന കാരണമെന്നാണ് പറയുന്നത്. CPM പാർട്ടി ഗ്രാമമായ തില്ലങ്കേരിയിൽ വെച്ച് പ്രാദേശിക ജനവിഭാഗം പരിപാവനമായി കരുതുന്ന തെയ്യം ആക്രമിക്കപ്പെട്ടത് വലിയ ചർച്ചകൾക്കും ഒക്കെ വഴിവെക്കുകയും ചെയ്തു. തെയ്യങ്ങളിൽ തന്നെ ഏറ്റവും രൗദ്രഭാവമുള്ള തെയ്യമാണ് കൈതച്ചാമുണ്ടി തെയ്യം. ജീവനുള്ള കോഴിയെ പോലും പച്ചയ്ക്ക് വലിച്ചു കീറുന്ന രൗദ്രഭാവമാണ് ഈ തെയ്യത്തിൽ ഉടനീളം കാണാൻ കഴിയുക. കൈതച്ചാമുണ്ടി തെയ്യത്തിന്റെ ആചാരപ്രകാരമുള്ള ഒരു പ്രധാന ചടങ്ങാണ് വഴിയിലെ കൈതയോല വെട്ടി തിരികെ കാവിലേക്ക് എത്തുന്നത്. ഈ സമയം ഉഗ്രരൂപത്തിൽ വാൾ വീശിയായിരിക്കും തെയ്യം വരുന്നത് എന്ന് ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങൾക്കും അറിവുള്ള കാര്യമാണ്. എന്നിട്ടും അത്തരമൊരു അവസരത്തിൽ ആരാണ് ഒരു കുട്ടിയെ തെയ്യത്തിനടുത്തേക്ക് വിട്ടത് എന്നുള്ള കാര്യവും സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കുട്ടി ഭയന്നോടി വീഴാൻ കാരണം തെയ്യമല്ല, പകരം കുട്ടിയുടെ വീട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ശ്രദ്ധ കുറവാണെന്നും ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവുമാണ്. എന്നിട്ടും ഒരു വിഭാഗം ആളുകൾ തെയ്യത്തെ ആക്രമിക്കുകയാണ് സംഭവത്തിൽ ചെയ്തത്. ഈ സംഭവത്തിനെതിരെ കൈതച്ചാമുണ്ടി തെയ്യത്തെ കുറിച്ച് വിശദമായ ഒരു കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കൈതച്ചാമുണ്ടി കാവുകളിലും തെയ്യക്കോലങ്ങളിലും അടിസ്ഥാനമാക്കിയാണ് വടക്കൻ കേരളത്തിലെ ആചാരവിശ്വാസങ്ങൾ നിലകൊള്ളുന്നത്. പല പേരുകളിൽ പല മൂർത്തികളായി നൂറുകണക്കിന് തെയ്യക്കോലങ്ങളാണ് ഉള്ളത്. ഏറ്റവും ചുരുങ്ങിയ 300-ലധികം തെയ്യക്കോലങ്ങൾ ഉണ്ട്. വസൂരിമാല, വയനാട്ടുകുലവൻ, രക്തചാമുണ്ടി, പൊട്ടൻ തെയ്യം, നാഗകന്നി, കരിഞ്ചാമുണ്ടി, കരിങ്കുട്ടിച്ചാത്തൻ, കരിങ്കാളി എന്നിങ്ങനെ നീളും. വടക്കൻ കേരളത്തിൽ തെയ്യങ്ങൾ പൊതുവെ ദൈവരൂപങ്ങൾ എന്നാണ് വിശ്വാസം. തെയ്യക്കോലം കെട്ടിയാടുന്ന സമയത്ത് സ്വബോധത്തിൽ മനുഷ്യന് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന പലതും അവർ ചെയ്യുന്നത് കാണാം. തീച്ചാമുണ്ടിയൊക്കെ അഗ്നികുണ്ഡത്തിലേക്ക് എടുത്ത് ചാടുന്നതും കനൽവാരി എറിയുന്നതും ഒക്കെ കാണാറുണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തെയ്യക്കോലം കെട്ടി തോട്ടത്തിനൊപ്പം ആടയാഭരണങ്ങൾ അണിയുന്നതോടുകൂടി കോലാധാരി മനുഷ്യനിൽ നിന്നും ദൈവികത്വം കൈവരിക്കുന്നു. അതായത് അവരുടെ വ്യക്തിത്വത്തിൽ നിന്ന് അപരവ്യക്തിത്വത്തിലേക്ക് പതിയെ കടക്കും. അതൊരു മാനസിക അവസ്ഥയാണ്. പിന്നെ ചെയ്യുന്നത് ഒന്നും അവരുടെ സ്വബോധത്തിൽ പോലും ആവില്ല. ചില സമയത്ത് ബാധ കയറുന്നത് പോലെയൊക്കെ കണ്ടിട്ടുമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ വിഷ്ണുമൂർത്തി തെയ്യമൊക്കെ തീയിലേക്ക് എടുത്തു ചാടുമ്പോൾ പിടിച്ചു മാറ്റാൻ സാധാരണയായി 3-4 പേരുണ്ടാവും. അവരുടെ നിയന്ത്രണത്തിൽ ആവും തെയ്യക്കോലം. ചില സമയത്ത് സ്വബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ട സമയങ്ങളിൽ ഇവരുടെ നിയന്ത്രണങ്ങളിൽ നിൽക്കാതെ തെയ്യക്കോലം തീയിലേക്ക് എടുത്തു ചാടാൻ ശ്രമിക്കുന്നതും കാണാറുണ്ട്. തെയ്യവും തെയ്യക്കോലവും അതൊരു മാനസിക അവസ്ഥയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു തെയ്യ കലാകാരൻ മുഖത്തെടുത്ത് നടക്കുമ്പോൾ തന്നെ പതിയെ ദൈവഗണത്തിലേക്ക് പരകായ പ്രവേശം തുടങ്ങുന്നു എന്നാണ് വിശ്വാസം. ഇനി കൈതച്ചാമുണ്ടിയിലേക്ക് വന്നാൽ ഇത്രയധികം തെയ്യക്കോലങ്ങൾ ഉണ്ട് എങ്കിലും അതിൽ ഏറ്റവും അപകടകാരിയാണെന്ന് പറയാൻ അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒന്നാണ് കൈതച്ചാമുണ്ടി. തീച്ചാമുണ്ടിയൊക്കെ തെയ്യം കലാകാരന് അപകടം ഉള്ളത് ആണേലും കൈതച്ചാമുണ്ടി അങ്ങനെയല്ല. തെയ്യം കാണാൻ നിന്നാൽ പോലും ചിലപ്പോൾ പണി കിട്ടുമെന്ന് പറയാം. തെയ്യം തുടങ്ങുമ്പോൾ തന്നെ ക്ഷേത്ര അധികാരികൾ ചാമുണ്ടിയുടെ മുമ്പിൽ പോകരുതെന്ന് അനൗൺസും ചെയ്യാറുണ്ട്. കാരണം അപകടമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ആ പരിസരം പോലും നിൽക്കാറില്ല. കണ്ണൂരിൽ തന്നെ വളരെ ചുരുങ്ങിയ കാവുകളിൽ മാത്രമേ ഇത് കെട്ടിയാടാറുള്ളൂ. ഉപദ്രവകാരിയായ അസുര സഹോദരങ്ങളായ ചന്ദനും മുണ്ടനും കൈതക്കാട്ടിൽ കൈതയുടെ രൂപത്തിൽ ഒളിച്ചിരിക്കുന്നത് തിരിച്ചറിഞ്ഞ മഹാദേവി വാൾ വീശി രണ്ടിനെയും കൊന്നു എന്നതാണ് ഐതിഹ്യം. ഇതാണ് കൈതച്ചാമുണ്ടി. ഉഗ്രരൂപിണിയാണ്. കൈതച്ചാമുണ്ടി ഉറഞ്ഞു തുള്ളി കൈത അറുത്തെടുത്ത് വരുന്നതാണ് ചടങ്ങ്. കൈത വെട്ടി തിരിച്ചു വരുമ്പോൾ ശരീരത്തിൽ മുഴുവൻ ചോരയുണ്ടാവും. കോഴിയെ കടിച്ചു കീറി ശരീരമാസകലം ചോര പൂണ്ടാണ് ആ ഉഗ്രരൂപിണിയുടെ വരവ്. ഈ വരവിൽ കോഴിക്കള്ളൻ ആണെന്ന് സംശയിച്ച് നാട്ടുകാർ പിന്നാലെ കൂടി കോഴിക്കള്ള എന്ന് വിളിച്ചു കൂവി കളിയാക്കാറുമുണ്ട്. അത് എല്ലാ നാട്ടിലും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കുറച്ചു കാലമായി അത് കൂടുതലുമാണ്. ആ നാട്ടിൽ യുവാക്കളും കുട്ടികളും എല്ലാം ഇതിൽ ആവേശത്തോടെ പങ്കെടുക്കാറുള്ളത് കാണാം. പിന്നാലെ കൂവി വിളിച്ച് നടക്കുന്നവരെയും പോകുന്ന വഴിയെ കളിയാക്കുന്നവരെയും കൈതച്ചാമുണ്ടി വാൾ വീശി ഓടിക്കും. എന്നാലും പ്രകോപനം തുടർന്ന് ആളിലേക്ക് പോയി ആളുകൾ ചാടിക്കൊടുക്കും. ഇന്നലെ തില്ലങ്കേരിയിൽ നടന്നതും ഇത് തന്നെയാണ്. കൈതച്ചാമുണ്ടി കുട്ടികളെ പേടിപ്പിച്ചു എന്നും ഓടുമ്പോൾ കുട്ടിക്ക് പരിക്കേറ്റു എന്നതാണ് തെയ്യത്തെ മർദ്ദിച്ചതിന് കാരണമായി പറയുന്നത്. ചാമുണ്ടി പേടിപ്പിക്കുമെന്നും പ്രകോപനം നടത്തിയാൽ വാൾ വീശുമെന്നും അറിയുന്നിടത്തേക്ക് കുട്ടികളെ വിട്ടത് എന്തിനാണെന്ന് തിരിച്ചു ചോദിക്കാൻ ആ നാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലേ? ഇതൊന്നും വിശ്വാസവും അംഗീകരിക്കാനും പറ്റാത്തവർ എന്തിനാണ് ഉത്സവ പറമ്പിലേക്ക് പോകുന്നത്? നടന്നത് പാർട്ടി ഗ്രാമത്തിലാണ്. വേറെ ഒരു പാർട്ടിക്കാരനും ആ പരിസരത്തേക്ക് പോലും പോവില്ല. ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെയുള്ള കമ്മ്യൂണിസ്റ്റ് അതിക്രമം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് മാത്രമേ പറയാനാവുകയുള്ളൂ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവസാനമായി ഒന്നു മാത്രം പറയാം:
വിശ്വാസം ഒട്ടുമില്ലാത്ത മൂർത്തികളോടും സർപ്പസങ്കല്പം, ഗുളിക സങ്കല്പം പോലുള്ള ആരാധനയോട് പലതും ചെയ്തു കൂട്ടിയതും ഒടുക്കം 10-20 വർഷങ്ങൾക്ക് ഇപ്പുറം പരിഹാരം തേടി നടക്കുന്നവരുടെ കഥകൾ വ്യക്തിജീവിതത്തിൽ തന്നെ കുറച്ചധികം പറയാനും ഉണ്ടാകും. ആ അനുഭവത്തിൽ പറയാം, കൈതച്ചാമുണ്ടിയെ ഇന്നലെ മർദ്ദിച്ച ഒരാളുടെ കാര്യത്തിൽ പോലും എനിക്ക് സംശയമില്ല. നല്ലതേ വരൂ. ഒരു കേസും കോടതിയും ആവശ്യമുണ്ടാവില്ല എന്ന് തോന്നുന്നില്ല. ഇതിനെ അന്ധവിശ്വാസമെന്നോ വിശ്വാസമെന്നോ പേരിട്ട് വിളിച്ചോളൂ എന്നാണ് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ ആചാരം അതിരുവിടരുതെന്ന് ചിലർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തു. അതേപോലെ കൈതച്ചാമുണ്ടി ദൈവത്തിന്റെ രീതി അറിയാത്തതിന്റെ പ്രശ്നമാണ് എന്ന് ഒരു ഭാഗം വാദിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് കോലാധാരിയുടെ വിശദീകരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉഗ്രരൂപിണിയായ രൗദ്രഭാവത്തിൽ ആളുകളെ പേടിപ്പിക്കുന്ന തെയ്യമായ കൈതച്ചാമുണ്ടി കെട്ടിയാടിയത് മുകേഷ് പണിക്കർ ആയിരുന്നു. തെയ്യം അനുഷ്ഠാന ആചാരങ്ങൾ നടക്കുന്നതിനിടെ വെറും ഉന്തുന്നള്ളും മാത്രമാണ് ഉണ്ടായതെന്നും കൈതച്ചാമുണ്ടി തെയ്യത്തിനിടെ ഇത് പതിവാണെന്നുമാണ് തെയ്യം കെട്ടിയ മുകേഷ് പണിക്കർ പറയുന്നത്. ആളുകളെ പിന്തുടർന്ന് പേടിപ്പിക്കുന്നതാണ് തെയ്യത്തിന്റെ രീതി. ഇതിനിടയിൽ ചിലർക്ക് പരിക്ക് പറ്റിയതോടെയാണ് സംഘർഷം ഉണ്ടായത്. എന്നാൽ അത് വെറും 5 മിനിറ്റ് നീണ്ട പ്രശ്നമാണ് എന്നും ക്രൂരമർദ്ദനം ഏറ്റുന്ന റിപ്പോർട്ട് ശരിയല്ലെന്നുമാണ് മുകേഷ് പണിക്കറുടെ വിശദീകരണം. തെയ്യത്തെ മർദ്ദിച്ചതല്ല, തെറ്റായ രീതിയിൽ വാർത്ത പ്രചരിപ്പിച്ചു. കോലാധാരി മുകേഷ് പണിക്കർ കോളയാട് ഇങ്ങനെയാണ് പറഞ്ഞത്: തില്ലങ്കേരി പെരിങ്ങാനം മടപ്പുരയിൽ കെട്ടിയാടിയ കൈതച്ചാമുണ്ടി തെയ്യവുമായി പുറത്തു വരുന്ന വാർത്തകൾ തെറ്റാണെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും കോലാധാരി മുകേഷ് പണിക്കറും ചേർന്ന് പെരാവൂർ പ്ലസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പറയുകയും ചെയ്തത്. സംഭവത്തിനു ശേഷം ചടങ്ങുകൾ പതിവ് പോലെ നടന്നുവെന്നും ഉത്സവം അങ്ങനെ സമാപിച്ചതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതിനു ശേഷമാണ് സംഭവം അങ്ങനെ വിവാദം ആയത്.